ഇന്ത്യ സിംബാബ്വെ മൂന്നാം ടി20യിൽ ഇന്ത്യ ഇപ്പോൾ കളി ജയിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയത്. മലയാളി താരം സഞ്ജു ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് സഞ്ജു ഇറങ്ങിയത്. ഇന്ന് മികച്ച കളി കാഴ്ചവെച്ചത് ഋതുരാജും ഗില്ലുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ മൂന്നാം ടി20യെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 2-1 ഇന്ത്യ പരമ്പരയിൽ ഇപ്പോൾ മുന്നിലാണ്. ഇന്ത്യ ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു. ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡി തന്നെ മാറിയിരിക്കുകയാണ്. ജയ്സ്വാളും ഗില്ലുമായിരുന്നു ഇന്ന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും നല്ല കളി കാഴ്ചവെച്ചു. പവർ പ്ലേയിൽ ജയ്സ്വാളിൻ്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. പക്ഷേ ഇന്ന് ഗില്ല് മെല്ലെയാണ് കളിച്ചത്. 49 ബോളിൽ നിന്ന് 66 റൺസ് ഗില്ലെടുത്തു. ഗില്ല് ഒരുപാട് ബോൾസ് വേസ്റ്റാക്കി. ഇല്ലെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റ് നേടാമായിരുന്നു. ഇന്ന് ഇന്ത്യ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സഞ്ജു, റിങ്കു സിംഗ്, ശിവൻ ദുബെയൊക്കെ കളിക്കാനുണ്ടായിരുന്നു. എന്നിട്ടും ശുഭ്മാൻ ഗില്ല് മെല്ലെ കളിച്ചു. ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മയെ ഇറക്കാത്തതുകൊണ്ട് താരത്തിന് ഇന്ന് ഫോമാകാൻ സാധിച്ചില്ല. ഗില്ല് സെൽഫിഷ് കളിയാണ് ഇന്ന് കളിച്ചത്. അതുകൊണ്ട് മറ്റു താരങ്ങൾക്ക് ബാറ്റിങ്ങിന് അവസരം കിട്ടിയില്ല. സഞ്ജു 18ാം ഓവറിലാണ് ശരിക്കിറങ്ങിയത്. അപ്പോഴേക്കും ഓവറുകൾ അവസാനിക്കാറായി. അതുകൊണ്ട് സഞ്ജുവിന് ഇന്ന് 12 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. സഞ്ജുവും റിങ്കു സിംഗും ഔട്ടാവാതെ ക്രീസിലുണ്ടായിരുന്നു. പിന്നീട് സിംബാബ്വെ സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങി. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യ സിംബാബ്വെയുടെ വിക്കറ്റ് യഥാക്രമം നേടുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യ ഇപ്പോൾ കളി ജയിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ടി20യിൽ മാത്രമാണ് ഇന്ത്യ തോറ്റിട്ടുള്ളൂ. പിന്നീടുള്ള 2 മാച്ചിലും ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഗില്ലിന്ന് മുട്ടിക്കളിച്ചതുകൊണ്ട് സഞ്ജു, റിങ്കു അടങ്ങുന്ന താരങ്ങൾക്ക് ബാറ്റിങ്ങിന് അവസരം കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.